ഈ രാഹുൽ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ ആശങ്കയില്ലേ? കാരണം ഇപ്പോൾ മുനമ്പം വിട്ടുകൊടുത്താൽ വഖഫ് ഭൂമിയായ മറ്റ് സ്ഥലങ്ങളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ക്ലെയിംസ് വരും ഇല്ലേ, അവകാശവാദം വരും. അതുകൊണ്ട് കൂടുതൽ ഭൂമികൾ നിങ്ങളുടെ കൈവശത്ത് നിന്ന് പോകും. ഇപ്പോൾ വഖഫ് ഭൂമിയായി കരുതപ്പെട്ടിരുന്നവ. അതാണല്ലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൊണ്ടാണല്ലോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതും. മഞ്ജുഷേ, ഒരു ഭൂമി അതൊരു വ്യക്തി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാൻ പാടില്ല. ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഭൂമി വാങ്ങാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വസ്തു, ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങാൻ വേണ്ടി നമ്മൾ കരാറ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷന് മുമ്പ് നമ്മൾ ആ പൈസ കൊടുത്ത് വാങ്ങുന്ന വ്യക്തി, ആ വ്യക്തി ഈ വസ്തുവിൻ്റെ ഉടമയിൽ നിന്ന് ആധാരം, അദ്ദേഹത്തിൻ്റെ ആധാരം, മുന്നാധാരം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതെങ്കിലും ബാങ്കിൽ ഇത് ലോണായി വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പരിശോധിക്കുമ്പോൾ അതിൽ മുന്നാധാരം അല്ലെങ്കിൽ അതിന് മുന്നത്തെ ആധാരം അത് വഖഫാണ് എന്ന് കണ്ടാൽ ആ ഭൂമി വാങ്ങില്ല. കാരണം വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ ആ ആധാരത്തിന് വാല്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തിക്കോ കൊടുക്കുന്ന വ്യക്തിക്കോ അറിയില്ലെങ്കിൽ പോലും ഈ രജിസ്ട്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്തപ്പെടുന്ന ആധാര എഴുത്തുകാരൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളൊരു നാടകമാണ്. ഫാറൂഖ് കോളേജും അതേപോലെ തന്നെ അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അഡ്വക്കേറ്റ് പോളും അത് വാങ്ങാൻ വന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ നടന്നിട്ടുണ്ട്. അതിൽ പാവപ്പെട്ട കുറേ ആളുകൾ പെട്ടുപോയിട്ടുണ്ടാകാം. ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച 610 പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ വരുന്ന ബാക്കിയുള്ള സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും ഒന്നും അവിടുത്തെ റിസോർട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചർച്ചയിൽ സൂചിപ്പിക്കാറുള്ളത് അവിടുത്തെ റിസോർട്ടുകൾ എത്രയുണ്ട്. ഒരു വിഷയം ഉണ്ടായാൽ, ഇപ്പോൾ ഈ പ്രശ്നം ഒരു സാമുദായിക പ്രശ്നമല്ല, ഈ വിഷയം ഒരു സിവിൽ കേസാണ്. ഈ സിവിൽ കേസ് നിലവിലെ രാജ്യത്തെ കോടതികളുടെ മുന്നിലാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം സമുദായവും ക്രൈസ്തവ സമൂഹവും തമ്മിൽ വലിയ വർഗീയ വിഭജനത്തിന് കാരണം. ഇവിടെ ഏത് മുസ്ലിം സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഗീയപരമായ രീതിയിലേക്ക് ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നാളുകളായി നടക്കുന്ന ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സമരം ചെയ്യുന്ന സമരസമിതിക്കും അവിടുത്തെ ബിഷപ്പുമാർക്കും അവിടെ ആ സമരത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കൂടെയാണോ? ആ സമരസമിതിയുടെ കൂടെയും അവിടുത്തെ പാവപ്പെട്ടവരുടെ കൂടെയും എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ആ റിസോർട്ടുകാർ ഉൾപ്പെടെയുള്ള സംവിധാനം. കേരള ഗവൺമെൻറ്, നേരത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 4-ാം തീയതി റിസൾട്ട് വന്നതോടുകൂടി തന്നെ ആ ഗവൺമെൻറ് പോയി. ആ ഗവൺമെന്റിന്റെ നിലപാടെന്തായിരുന്നു? CPMന്റെ നിലപാടെന്തായിരുന്നു? CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ പറയപ്പെടുന്ന മുനമ്പം ഭൂമിയിൽ അവിടെ ചെന്നുകൊണ്ട് ഐക്യദാർഢ്യത്തിന് വേണ്ടി, അത് നടന്ന ഐക്യദാർഢ്യം, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ മാത്രമല്ല CPMന്റേതായിട്ടുള്ളൊരു ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. മുൻ മന്ത്രിയായിട്ടുള്ള P രാജീവ് ഉൾപ്പെടെയുള്ള അന്നത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും അവിടെ പങ്കെടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു. മൂന്നാമത് ഇപ്പോഴത്തെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റും, അതല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന അവിടെ DCC പ്രസിഡന്റ് ആയിരുന്ന ഷിയാസ്, അദ്ദേഹം ഒരു മുസ്ലിമാണ്. ആലുവ MLA ആയിട്ടുള്ള അൻവർ സാദത്ത്, അദ്ദേഹം പറഞ്ഞു ഞാനൊരു മുസ്ലിമാണ്. സാധാരണ ഒരു MPയോ MLAയോ ഒരു പത്രസമ്മേളനമോ ചാനലുകളുമായി സംസാരിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണെന്നോ ഞാൻ ഹിന്ദു ആണെന്നോ ഞാൻ ക്രൈസ്തവനാണെന്നോ ഒന്നും പറയാറില്ല. പക്ഷേ അൻവർ സാദത്ത് എന്ന് പറയുന്ന അന്നത്തെ MLA, അവര് മുസ്ലിം ആയിരിക്കാം, പക്ഷെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അവരുടെ മതം അവിടെ പറയാറില്ല. പക്ഷെ അൻവർ സാദത്ത് എന്ന് പറയുന്ന അന്നത്തെ MLA ഇന്നത്തെ MLAയും ആ വിഷയത്തിൽ ഒരു മുസ്ലിമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അത് വഖഫല്ല. ഷിയാസ് പറഞ്ഞു അത് വഖഫല്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഞാനൊരു മുസ്ലിമാണ്, അത് വഖഫാണെന്ന് പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, വഖഫല്ലെന്നല്ലേ പറഞ്ഞത്? വഖഫാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്, വഖഫല്ല വഖഫാണോ വഖഫല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും MLA ആണോ? നിങ്ങളുമല്ലോ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ തീരുമാനിച്ചാലും പോരല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വഖഫാണെന്ന്. അങ്ങനെ വഖഫല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല.
പറയാം എന്താണ് തെറ്റെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയാം നിലവിലുള്ള അവസ്ഥയിൽ ഒരു ഭൂമി വക്കഫാണോ വക്കഫല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ അത് ആരുടെ പേരിലാണ് ഇരിക്കുന്നത് എന്താണ് അതിൻ്റെ ആധാരം നോക്കിയിട്ടാണല്ലോ നമ്മൾ ആ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അത് കരഭൂമിയാണോ അത് ചതുപ്പാണോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഭൂമിയിൽ കൊടുത്തിട്ടുള്ള ആ ആധാരത്തിൽ 1950 ഈ ഭൂമി സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഫാറൂഖ് കോളേജിന് കൊടുത്ത ഒറിജിനൽ ആധാരം ഇവിടെ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുണ്ട്. ഈ പറയപ്പെടുന്ന ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൽക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ കോപ്പി വഖഫ് ഡീഡാണ്. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന് അദ്ദേഹം ദാനം കൊടുത്തു എന്ന് അത് ദാനാധാരം എന്നോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒറിജിനൽ രാഹുൽ ഈശ്വറിന് അദ്ദേഹം പറഞ്ഞു ഞാൻ വായിക്കാം. കറക്റ്റ് അതാ ഞാൻ പറഞ്ഞത്. സ്റ്റാൻലി ദേവൻ ഇപ്പൊ പറഞ്ഞ കാര്യം പറഞ്ഞത് അത് MLA ആയിട്ടുള്ള അൻവർ സാദത്തോ BCC പ്രസിഡന്റോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ തീരുമാനിച്ചത്. എന്നിട്ട് ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ? വഖഫ് ബോർഡിനെ സംബന്ധിച്ചോ കാണുന്ന ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തി ഇപ്പോൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുവാൻ വഖഫ് ബോർഡിന് ആരാണ് അധികാരം കൊടുത്തത്? ഒന്ന് പറയട്ടെ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ ആ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. മഞ്ജുഷ ചോദിച്ചു അത് വഖഫ് ബോർഡിന് അധികാരം കൊടുത്തെന്നാണ് ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അത് തന്നെ മഞ്ജുഷ ചോദിക്കുന്നതിൽ ആ ചർച്ച തടസ്സപ്പെടുത്തലല്ലേ ചെയ്യുന്നത്. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി അവർക്ക് വേറെ രാജ്യത്ത് നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളോ നാഷണൽ ഹൈവേയുടെ കാര്യങ്ങളോ അതല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും രീതിയിലുള്ള ജനങ്ങളുടെ പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം വഖഫ് ഭൂമികൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൈകളിലുള്ള രേഖകൾ കൃത്യമായ രീതിയിൽ ആ വഖഫ് ആധാരത്തില് അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതും അപ്ലോഡ് ചെയ്യട്ടെ. ബാക്കി കാര്യങ്ങൾ അത് വഖഫ് ഭൂമി അല്ല എന്ന് വാദിക്കുവാനും മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. ശരി, രാഹുൽ എന്താണ്? ശ്രീ മഞ്ജുഷ് ഒരൊറ്റ കാര്യം ശ്രീ മുജീബ് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. എന്റെ അറിവിന് വേണ്ടി ചോദിക്കുന്നത് ആ ഡീഡിൽ ഒരൊറ്റ കാര്യം മാത്രം ഒരു വരിയെ ഞാൻ എടുക്കും. ആ ഡീഡിൽ ഓൺ ട്രാൻസ്ഫർ ആൻഡ് ഏലിയനേറ്റ് പാർട്സ് ഓഫ് പ്രോപ്പർട്ടി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് അഥവാ ഏലിയനേറ്റ് ചെയ്യാം എന്ന ഗിഫ്റ്റ് ഡീഡിന് സമാനമായ വാക്കുകളാണ്. അതിൽ വഖഫ് ഡീഡ് എന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗിഫ്റ്റ് ഡീഡിന് സമാനമായ വാക്യങ്ങളാണെന്ന് കേരള ഹൈക്കോടതി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏലിയനേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആ ഡീഡിൽ തന്നെ വ്യക്തമായിട്ടുള്ളതല്ലേ? അതല്ലേ ഫറൂഖ് കോളേജിൽ നിന്ന് വിൽക്കാനുള്ള സ്പേസും കൂടെ കിട്ടിയത്? ഒരു ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമവും നിലവിലുള്ള അവസ്ഥയിൽ അതിൽ കൊടുത്തിട്ടുള്ള അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള അവസ്ഥയിൽ അന്ന് അവിടെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന ഫാറൂഖ് കോളേജിന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ അതിൽ ഉൾപ്പെടുത്തി. പക്ഷേ ഒരു ഭൂമി ഏതെങ്കിലും ഒരു വ്യക്തി വഖഫ് ചെയ്താൽ ആ വഖഫ് ചെയ്തതിന്റെ അതേ കൊടുത്തിട്ടുള്ള വഖഫിന്റെ എന്തെങ്കിലും രീതിയിൽ അതിൽ കൂട്ടിച്ചേർത്താൽ ആ കൂട്ടിച്ചേർത്തത് ഒഴിവാകലല്ലാതെ വഖഫ് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. രാഹുൽ ഈശ്വർ നമ്മുടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വഖഫ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രവർത്തകനാണ്. നിങ്ങൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും BJPയുടെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു കേസോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് 1960 മുതൽ പറവൂർ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിലവിലുള്ള കേസാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഈ വിഷയം ഇഷ്യൂ കയറി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അതേപോലെ തന്നെ വഖഫ് ബോർഡ് അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ആ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പരാമർശവും അതും ടെൻഡേറ്ററിയാണ്, മാറ്റങ്ങൾ വരാം. അല്ല, അതേ നടന്നിട്ടുള്ളൂ. നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഇത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. ആ സംവിധാനം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ആ BJP ഗവൺമെന്റ് വളരെ കൃത്യമായ രീതിയിൽ രാജ്യത്തെ മുഴുവൻ വഖഫ് ഭൂമികളും
ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ജൂൺ മാസം മെയ് മാസം 17-ാം തീയതി അതിന് ഏറ്റവും കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തു. 17-ാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭൂമികൾ വഖഫ് ഭൂമിയായി പരിഗണിക്കപ്പെടില്ല എന്ന കൃത്യമായി ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കേന്ദ്ര നിർദ്ദേശമായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത്. ശരിയാണ്, അതൊക്കെ സമ്മതിച്ചു. അത് സാങ്കേതികത്വം മാത്രമാണ്. അതിനകത്ത് ഈ 10 മിനിറ്റ് വിഷയമൊന്നും കേന്ദ്ര സെക്കൻഡ് പറയട്ടെ, അത് സാങ്കേതികത്വം മാത്രമാണ്. അത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന് കേന്ദ്ര വഖഫ് ബോർഡ് ഉണ്ടല്ലോ. ബാക്കി ചർച്ച ഇനി അവിടെയാണല്ലോ ശ്രീ സ്റ്റാലിൻ ദേവൻ ഇത് പരിശോധിച്ചിട്ട് ഇത് വഖഫ് അല്ല എന്ന് കണ്ടെത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓരോരുത്തർ കോടതികളുടെ വ്യവഹാരമുള്ളത് ഈ അപ്ലോഡ് കോടതികൾ ചെയ്യേണ്ട പണി കോടതികൾ ചെയ്യട്ടെ, വഖഫ് ബോർഡ് ചെയ്യേണ്ട വഖഫ് ബോർഡ് ചെയ്യേണ്ട പണി വഖഫ് ബോർഡ് ചെയ്യട്ടെ. അത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.